ഹലോ ഗൈസ്. ലോകകപ്പിലെ ആദ്യ വിജയത്തിനായി കാത്തിരുന്ന ബ്രസീൽ ഒടുവിൽ ആരാധകർക്ക് ആഘോഷിക്കാൻ വക നൽകി. ഗ്രൂപ്പ് സിയിലെ നിർണായക മത്സരത്തിൽ ഹെയ്ത്തിയെ 3-0 തകർത്താണ് ബ്രസീൽ തങ്ങളുടെ ലോകകപ്പ് ക്യാമ്പയിൻ ട്രാക്കിലേക്ക് തിരിച്ചെത്തിയത്. മൊറോക്കോയ്ക്കെതിരെയുള്ള നിരാശാജനകമായ സമനിലയ്ക്ക് ശേഷം വിമർശനങ്ങൾ നേരിട്ട കാർലോ അഞ്ചലോട്ടിയുടെ ടീമിന് ഈ ജയം അത്യാവശ്യമായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റുകൾ മുതൽ തന്നെ ബ്രസീൽ പന്ത് കൈവശം വെച്ച് ആക്രമണം ആരംഭിച്ചു. വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ, മത്തിയോസ് കുൻഹ, ലൂക്കാസ് പക്വറ്റ എന്നിവർ ചേർന്ന് ഹെയ്ത്തി പ്രതിരോധത്തിന് മേൽ തുടർച്ചയായ സമ്മർദ്ദം സൃഷ്ടിച്ചു. മത്തിയോസ് കുൻഹയുടെ കൃത്യമായ ഫിനിഷിംഗ് ബ്രസീലിനെ മുന്നിലെത്തിക്കുകയും ടീമിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആദ്യ ഗോളിന് ശേഷം ബ്രസീൽ ആക്രമണത്തിൻ്റെ വേഗം കൂട്ടി. ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ തൻ്റെ മാജിക് പുറത്തെടുത്തു. ഡ്രിബ്ലിങ്ങും വേഗതയും ഉപയോഗിച്ച് ഹെയ്ത്തി പ്രതിരോധത്തെ കുഴപ്പത്തിലാക്കിയ വിനി പിന്നീട് ഗോൾ നേടി ലീഡ് ഇരട്ടിയാക്കി. സ്റ്റേഡിയത്തിലെ ബ്രസീൽ ആരാധകർക്ക് ആഘോഷത്തിൻ്റെ നിമിഷമായിരുന്നു അത്. മധ്യനിരയിൽ കാസമീറോ, ബ്രൂണോ ഗമീറസ് എന്നിവരും പൂർണ്ണ നിയന്ത്രണം പുലർത്തി. അവരുടെ പാസിംഗ്, ബോൾ റിക്കവറി, കളിയുടെ ടെമ്പോ നിയന്ത്രണം എന്നിവ കാരണം ഹെയ്ത്തിക്ക് കൗണ്ടർ അറ്റാക്കുകൾ പോലും നടത്താൻ ബുദ്ധിമുട്ടുണ്ടായി. പ്രതിരോധത്തിൽ മാർക്കിന്യോസ്, ഗബ്രിയൽ മഗല്ലസ്, ഡാനിലോ എന്നിവർ ഉറച്ച പ്രകടനം കാഴ്ചവെച്ചു. പിന്നീടും ബ്രസീൽ ആധിപത്യം തുടർന്നു. റഫീഞ്ഞയും പക്കീറ്റയും നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ മൂന്നാം ഗോളിൽ എത്തി. ആ ഗോളോടുകൂടി മത്സരഫലം ഏകദേശം ഉറപ്പായി. ഹെയ്ത്തി ടീമിൻ്റെ ഗോൾ കീപ്പർ ജോണി പ്ലാസിഡെ ചില മികച്ച സേവുകൾ നടത്തിയെങ്കിലും ബ്രസീലിൻ്റെ ആക്രമണ തരംഗം തടയാൻ അതൊന്നും മതിയായില്ല. ഹെയ്ത്തി നിരയിൽ ഫ്രാൻസ് ഡി പിയാറോ, ജോഷുവ കാസമീർ, റിക്കാർഡോ ആൻറ്റെ എന്നിവർ പോരാട്ട വീര്യം കാണിച്ചെങ്കിലും ബ്രസീലിൻ്റെ നിലവാരവും സാങ്കേതിക മികവും അവരെ മറികടന്നു. ലോകകപ്പിൽ നിലനിൽക്കാനുള്ള അവരുടെ പോരാട്ടം ഇനിയും കടുപ്പമേറിയതാണ്. ഈ ജയത്തോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ നോക്കൌട്ട് പ്രതീക്ഷകൾ ശക്തമാക്കി. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഫോമും കുൻഹയുടെ ഗോൾ വേട്ടയും കാസമീറോയുടെ നേതൃത്വവും ബ്രസീൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അടുത്ത മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെതിരെ ഇതേ പ്രകടനം ആവർത്തിക്കാനായാൽ ബ്രസീൽ ഗ്രൂപ്പ് ജേതാക്കളാകാനും സാധ്യതയുണ്ട്. അവസാനമായി പറയുകയാണെങ്കിൽ വിനീഷ്യസ് തീ പാറിച്ചു, കുൻഹ ഗോൾ നേടി, കാസമീറോ മധ്യനിര ഭരിച്ചു. ബ്രസീൽ വീണ്ടും തങ്ങളുടെ ശക്തി ലോകത്തിന് കാണിച്ചു. എന്നാൽ ബ്രസീൽ ആരാധകരെ ഏറ്റവും ആവേശത്തിലാക്കുന്ന വാർത്ത മറ്റൊന്നാണ്. പരിക്ക് മാറി നെയ്മർ ഉടൻ തന്നെ ടീമിനോടൊപ്പം ചേരുന്നതാണ്. നെയ്മർ കൂടെ ഈ ടീമിലേക്ക് തിരിച്ചെത്തിയാൽ എതിരാളികൾക്ക് മുന്നിലുള്ള വെല്ലുവിളി ഇരട്ടിയാകും. ബ്രസീലിൻ്റെ ലോകകപ്പ് വേട്ട ഇപ്പോഴാണ് ശരിക്കും തുടങ്ങുന്നത്. നെയ്മർ ഈസ് കമ്മിങ് സൂൺ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഹൈപ്പ് നൽകാനും ലൈക്ക് നൽകാനും മറക്കരുതേ. ഒപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടുതൽ ഫുട്ബോൾ ന്യൂസുകളും മറ്റു വാർത്തകളുമായി നമ്മൾ ഉടൻ തന്നെ എത്തുന്നതാണ്.